അന്ന സെബാസ്റ്റ്യന്റെ മരണത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സംഭവത്തിൽ കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസ് അയക്കുകയും ചെയ്തു. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, ഇത് ഒരു ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന വിഷയമായി മാറി. മാത്രമല്ല, രാജ്യത്തെ IT വ്യവസായവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇത്തരത്തിൽ നടക്കുന്ന തൊഴിൽ ലംഘനങ്ങളടക്കം പരിശോധിക്കേണ്ട സാഹചര്യം കൂടി. ഇപ്പോൾ എങ്ങനെയാണ് ഈ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണല്ലോ മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും അമിത തുടർന്നായിരുന്നു അന്ന സെബാസ്റ്റ്യന്റെ മരണം ഉണ്ടായത് എന്നതാണ് വീട്ടുകാരടക്കം ആരോപിക്കുന്നത്. എന്തായാലും ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ വന്നിരിക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വിഷയത്തിൽ സ്വമേധയാ കേസെടുക്കുകയും കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. 4 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന നിർദ്ദേശിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ തൊഴിൽ രംഗത്തെ അല്ലെങ്കിൽ തൊഴിലാളികൾ നേരിടുന്ന ഇത്തരം സാഹചര്യങ്ങളിൽ വലിയ ഒരു ആശങ്ക കൂടി ഇപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ട നടപടികൾ, കർശന നടപടികൾ ഉണ്ടാകുമെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാരണം തൊഴിലാളിയുടെ ഒരു കാര്യങ്ങൾ, ഇത്തരം മാനസിക സമ്മർദ്ദം ഒഴിവാക്കുക, അത് ജോലിഭാരം കുറയ്ക്കുക, ഇതൊക്കെ തന്നെ കമ്പനികളുടെ ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണം. എന്തൊക്കെ നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയുമെന്നതടക്കം കൃത്യമായി തന്നെ പറയണം എന്നൊരു കാര്യം കൂടി ഇപ്പോൾ കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന് നൽകിയിരിക്കുന്ന നോട്ടീസിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സിജു.